ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും സാന്ത്വനം സീരിയലിൻ്റെ ഇനിയും വരാൻ തോന്നുന്ന നല്ലൊരു അടിപൊളി എപ്പിസോഡിലേക്ക് സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. അങ്ങനെ സ്വാതന്ത്ര്യത്തെ വളരെ നിർണായകമായ ഘട്ടത്തിലൂടെയാണ് നമ്മൾ 2 ദിവസമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ എപ്പിസോഡ് നാളെ കഴിഞ്ഞും വരാൻ വേണ്ടി ആണ് ഞാനിപ്പോൾ പറയാൻ പോകുന്ന വീഡിയോ. അങ്ങനെ മിത്രയും മീനാക്ഷിയും നടന്ന സംഭവങ്ങളൊക്കെ തുടർന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ ഗോമതി അതുപോലെ തന്നെ ആര്യനും ആകാശവും ഒക്കെ അവരെ കുറ്റപ്പെടുത്തുകയാണ്. കാരണം നിങ്ങൾ ഇത് അറിഞ്ഞിട്ട് പറഞ്ഞില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് കുറേ കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. നേരത്തെ അറിയാമായിരുന്നെങ്കിൽ പറയാൻ പാടില്ലായിരുന്നു എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞങ്ങൾ ചെയ്തത് തെറ്റാണ്, മീനാക്ഷി ചെയ്തത് വലിയ തെറ്റാണെന്ന് പറയുകയാണ് ബാലൻ. അപ്പോൾ പറയണ്ടായിരുന്നു, അത് അങ്ങനെയൊന്നും പറയില്ലേ, മതി നിർത്തിക്കോ എന്ന് പറയുകയാണ് ബാലൻ. അല്ലെങ്കിൽ സംഭവിക്കാനിരുന്നതെല്ലാം ഇതിങ്ങനെയായിരുന്നു. അപ്പോൾ മീനാക്ഷിയൊക്കെ പറയുന്നുണ്ട്, പറഞ്ഞു ഇത് പുറത്തറിയരുതെന്ന് പറഞ്ഞാണ് ഞങ്ങളോട് പറഞ്ഞത്, അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇതുവരെ പറയാതിരുന്നതെന്നൊക്കെ പറയുകയാണ് മിത്രയും മീനാക്ഷിയും. അവൾക്ക് ജീവനെ വളരെയധികം ഇഷ്ടമായിരുന്നു. പിന്നീട് എന്ത് സംഭവിച്ചു എന്ന് ആലോചിച്ചിട്ട് ഞാൻ ചോദിച്ചപ്പോൾ ആദ്യം സ്നേഹിച്ച പുരുഷനെ ചില പെണ്ണുങ്ങൾക്ക് മറക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ടായിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചതെന്ന് ബാലൻ ഇങ്ങനെ പറയും കേട്ടോ. ഞാൻ അങ്ങനെ സമാധാനിക്കുമായിരുന്നു, പക്ഷേ എങ്കിലും എൻ്റെ ഈ കുടുംബത്തെ ചതിക്കില്ലെന്ന് എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു. ആ വിശ്വാസം അവൾ തെറ്റിച്ചില്ല. അവൾ അപ്പോൾ അങ്ങനത്തെ ഒരു വിവാഹം നടന്നിട്ടില്ലെന്ന് അവൾ ഉറപ്പ് പറയുകയാണെങ്കിൽ ഇനി ഒരു നിമിഷം പോലും എൻ്റെ മോൾ അവിടെ നിൽക്കാൻ പാടില്ല. ഇപ്പോൾ തന്നെ ഗോമതി, ഈ നിമിഷം തന്നെ നമ്മുടെ മോളെ നമുക്ക് വിളിച്ചുകൊണ്ട് വരണം. ബാലേട്ട ഒന്നടങ്ങ്, അവരെന്തെങ്കിലും കാര്യങ്ങൾ സംസാരിക്കട്ടെ. ഇനി എന്ത് സംസാരിക്കാൻ? വിവാഹം കഴിക്കാത്ത ഒരു പെണ്ണ് അവിടെ പോയി നിൽക്കുന്നത് എന്തിനാണ്? അതല്ല ബാലേട്ട, വിവാഹം കഴിഞ്ഞിട്ടില്ലെന്നപ്പോൾ നമുക്ക് കുറച്ച് പേർക്ക് മാത്രമല്ലേ അറിയാവൂ, പുറത്തുള്ള ഒരാൾക്ക് പോലും സംഭവങ്ങൾ അറിയില്ലല്ലോ. അവരുടെയൊക്കെ നോട്ടത്തിൽ നമ്മുടെ മോള് ഈ അലോകിനെ വിവാഹം കഴിച്ച പെണ്ണാണ് അനുശ്രീ. അപ്പോൾ ഈ രീതിയിലായിരിക്കും ഇവിടെയുള്ള ആളുകൾ അവർ കാണുന്നത്. അവൾ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ നാട്ടുകാർ നമ്മുടെ മോളെക്കുറിച്ച് മോശമായിട്ടേ പറയുള്ളൂ. അപ്പോൾ മോശമായിട്ടല്ലേ പറയുള്ളൂ. നാട്ടുകാരെ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് എനിക്കറിയാം. ആദ്യം നമ്മുടെ മോളെ ഇവിടെ എത്തിക്കുകയാണ് വേണ്ടത്. നിൻ്റെ പ്രശ്നം എന്താണെന്ന് നാട്ടുകാരെ അറിയണം. അനുശ്രീയും അലോകും ഇപ്പോൾ എന്താ രണ്ട് വീട്ടിൽ നിൽക്കുന്നത്? ഇവരുടെ വിവാഹം കഴിഞ്ഞില്ല, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ നാട്ടുകാർ ചോദിക്കുമ്പോൾ നിനക്കൊരു മറുപടി വേണം. അത്രയല്ലേ ഉള്ളൂ. അതെ, ഞാൻ റെഡിയാക്കാം. ബാലേട്ട എന്തൊക്കെയാണ് പറഞ്ഞത്? ഞാൻ പറയുന്നത് നീ ഒന്ന് കേൾക്കുക. അതായത് നാട്ടുകാർക്ക് നമുക്ക് ഓരോരുത്തരുടെയും കാതിൽ ചെന്ന് പറയാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ എൻ്റെ മോൾക്ക് ഇതാണ് സംഭവിച്ചത് എന്ന് അലോക് തട്ടിക്കൊണ്ട് ഇതാണ് സംഭവിച്ചത്. ഓരോരുത്തരുടെയും ചെവിയിലൊന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് ഒരു മൈക്ക് സെറ്റ് എടുത്ത് നമുക്ക് ഈ നാട്ടിൽ മൊത്തം വിളിച്ചു പറയണം. എന്താടാ മക്കളെ, അതല്ലേ വേണ്ടത്? അതെ അച്ഛാ, അതാ തന്നെയാണ് വേണ്ടത്. നിങ്ങൾ എന്താ മക്കളെ ഈ കാണിക്കണത്? അതെ, ഞാനൊരു മൈക്ക് എടുത്ത് വെച്ചിട്ട് വിളിച്ചു കൂവാൻ വേണ്ടി പോവാണ്. എൻ്റെ മോളുടെ ജീവിതത്തിൽ എന്താ സംഭവിച്ചത് മനസ്സിലാവേണ്ടവർ മനസ്സിലാക്കട്ടെ, മനസ്സിലാക്കാത്തവർ പോട്ടെ, അവരുടെ വഴിക്ക് എവിടെയാണെന്ന് വെച്ചാൽ പോയിക്കോട്ടെ, ഒരു കുഴപ്പമില്ല. അതുകൊണ്ട് എന്തായാലും ഞാൻ ഇന്ന് തന്നെ അത് ചെയ്യും എന്ന് പറഞ്ഞ് ബാലേട്ടൻ ഇങ്ങനെ ഒരുങ്ങി നിൽക്കുക കേട്ടോ. ശേഷം ബാലൻ വേഗം തന്നെ ചെയ്യുന്നു വെച്ചാൽ മൈക്ക് എടുത്തിട്ട് ഒച്ചത്തിൽ വിളിച്ചു പറയുക തൻ്റെ മോളുടെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചത്, തൻ്റെ മോൾക്ക് എന്ത് സംഭവിച്ചു, അലോക് എങ്ങനെയാണ് അവളെ വിവാഹം കഴിച്ചത് എന്നുള്ള കാര്യങ്ങളൊക്കെ മൈക്കിലൂടെ വിളിച്ചു തുറന്ന് പറയുക കേട്ടോ ബാലേട്ടൻ. എൻ്റെ മോൾ അലോകിൻ്റെ വിവാഹം കഴിച്ചിട്ടില്ല, അവളെ ഭീഷണിപ്പെടുത്തി തട്ടിക്കൊണ്ടുപോയതാണ്. എന്നിട്ട് അവന് വേറൊരു കോടീശ്വരൻ്റെ വിവാഹം കഴിക്കണം എന്ന് എൻ്റെ മോളുടെ ജീവൻ തകർത്തിട്ട് അങ്ങനെ കോടീശ്വര വിവാഹം കഴിക്കാതിരിക്കാൻ വേണ്ടി എൻ്റെ മോള് തന്നെ എടുത്ത് താലിയിട്ടതാണെന്നൊക്കെ ഇങ്ങനെ മൈക്ക് കൂടെ. അതുകൊണ്ടാണ് എൻ്റെ മോളെ ഈ പണി കൊടുത്തത്. അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന താലി അവൾ തന്നെ കഴുത്തിൽ കെട്ടി അവൻ്റെ ഭാര്യയാണെന്ന് പറഞ്ഞു നിന്നു. രണ്ടുപേരും തമ്മിൽ കല്യാണം കഴിച്ചിട്ടില്ല. അലോക് ആ പെണ്ണ് വിടാൻ അവൻ എൻ്റെ മോളുടെ ജീവിതം നശിപ്പിക്കുകയാണ് സുഹൃത്തുക്കളെ ചെയ്തത്, അല്ലാതെ എൻ്റെ മോൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ബാലൻ വിളിച്ചു പോയി പറയാട്ടോ.
അങ്ങനെ നാട്ടുകാരിൽ അത് പലരും വിശ്വസിക്കുന്നുണ്ട്, പലരും വിശ്വസിക്കുന്നില്ല. പക്ഷെ വിശ്വസിച്ച കുറേ പേര് അല്ലെങ്കിലും കേട്ട കുറേ പേര് ഈ കാര്യം ജീവൻ്റെ അമ്മയുടെയും ജീവൻ്റെ അടുത്ത് അച്ഛൻ്റെയും ജീവൻ്റെയും ചെവിയിൽ എത്തിക്കുന്നുമുണ്ട്. അതേസമയം നമ്മുടെ അനുശ്രീ അടുത്താണെങ്കിൽ വീട്ടിൽ എല്ലാവരും കൂടി ബ്രെയിൻ വാഷ് ചെയ്യാട്ടോ. കൃഷ്ണമംഗലത്ത് എല്ലാവരും ആട്ടോ ബ്രെയിൻ വാഷ് ചെയ്യണത്. അച്യുതനും ഒഴിച്ച് ബാക്കി എല്ലാവരും, അച്യുതൻ ഒന്നും പറയാനില്ല, അച്യുതനും അലോകും ഒഴിച്ച് ബാക്കി എല്ലാവരും ബ്രെയിൻ വാഷ് ചെയ്യാണ്. മോളെ എന്തായാലും സംഭവിച്ചതൊക്കെ സംഭവിച്ചു. ഇപ്പം നാട്ടുകാരാണ്, ഇപ്പോൾ നമ്മുടെ വീട്ടുകാർക്ക് ഇപ്പോൾ സത്യങ്ങൾ അറിയാം. പക്ഷേ ഈ നാട്ടുകാരുടെ ഉള്ളിലേക്ക് നീയും അതുപോലെ തന്നെ അലോകും തമ്മിൽ ഭാര്യ ഭർത്താക്കന്മാരാണ്. നമ്മുടെ നമുക്ക് ഈ സംഭവിച്ച കാര്യങ്ങൾ ഒന്നും വിട്ടുകളയാൻ പറ്റത്തില്ല. കാരണം നിൻ്റെ ജീവിതം മോളെ പോണത് പോട്ടെ മുത്തശ്ശി പോട്ടെ, ആർക്ക് പോയി, എനിക്കല്ലേ പോയുള്ളൂ, എൻ്റെ വീട്ടുകാർക്ക് പോയി, അത് കുഴപ്പമില്ല. എനിക്ക് അലോകമായിട്ട് ജീവിക്കാൻ പറ്റില്ല. മോളെ നീ പറയുന്നത് കേൾക്ക്. എന്തായാലും അലോക് നിന്നെ മുറച്ചെറുക്കനല്ലേ. ഇപ്പോഴും ഒരു സമയത്ത് നീ അവനെ സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? അതെ, ഞാൻ അവനെ സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു. അത് ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചു. പക്ഷെ അത് അവൻ മുതലെടുത്തു. അവൻ അപ്പോഴും ഒരു തരി സ്നേഹം പോലും എന്നോടുണ്ടായിരുന്നില്ല എന്ന് പറയുമ്പോഴേക്കും അലോക് പറയണ്ടേ, അതെ, അന്നും എനിക്കൊരു തരി സ്നേഹം ഉണ്ടായില്ല, ഇപ്പോഴും ഒരു തരി സ്നേഹമില്ല. എൻ്റെ മനസ്സിൽ ഭാര്യ സങ്കല്പം നിന്നെപ്പോലെ ഒരുത്തി അല്ലാടി. എൻ്റെ മനസ്സിലൊരു മോഡേൺ ഗേളാണ്. അതായത് നിന്നെപ്പോലെ തലമുടിയിൽ കുറേ എണ്ണയും തേച്ച് വാരി പൊറുത്തി പിടിച്ച് കെട്ടി ചുരിദാറും സാരിയും കൂടി നടക്കാൻ പെണ്ണുങ്ങളെ അല്ല എനിക്കിഷ്ടം. നല്ല ജീൻസും ടോപ്പൊക്കെ ഇട്ട് മുടിയൊക്കെ സ്റ്റൈലിലേക്ക് പറപ്പിച്ച് കൂളിംഗ് ഗ്ലാസ്സൊക്കെ വെച്ച് എൻ്റെ സ്റ്റൈലിലൊരു ഒത്തു നിൽക്കണം. അല്ലാതെ നിന്നെപ്പോലെ കല്യാണം കഴിഞ്ഞ് സാരി എടുത്തിട്ട് ഒരു കുലശ്രീയെ പോലെ നിൽക്കുന്ന പെണ്ണുങ്ങളെ എനിക്കിഷ്ടമല്ല. അല്ലെങ്കിൽ നിൻ്റെ സ്വഭാവം എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. ഈ ന്യൂ ജനറേഷൻ പിള്ളേർക്ക് പറ്റിയ ഒരു സ്വഭാവം അല്ല നിൻ്റെ. പഴയ കാലത്ത് നീയൊക്കെ ഒരു 30-40 വർഷം മുമ്പ് ജനിക്കേണ്ട ഐറ്റമാണ്. എനിക്ക് നിന്നെ ഒരിക്കലും ഭാര്യയായി കാണാൻ സാധിക്കില്ല. മുത്തശ്ശി രണ്ടുപേരെയും പറഞ്ഞ് മനസ്സിലാക്കുക കേട്ടോ. മക്കളെ, നിങ്ങൾ ഒന്ന് കേൾക്കുക. ഈ മുത്തശ്ശീനെ നിങ്ങൾ ധർമ്മസങ്കടത്തിലാക്കല്ലേ. രണ്ടുപേരുടെയും വിവാഹം വീട്ടുകാരും അറിഞ്ഞ് നടത്തി തരാൻ ഞങ്ങൾ. അനുശ്രീയും അതുപോലെ തന്നെ അലോകും സമ്മതിക്കുന്നില്ല കേട്ടോ. പറയുന്നുണ്ട് ഇനി ഇവിടെ നിന്നാൽ ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട് അനുശ്രീ അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ്. വേറെ എവിടേക്കല്ല, ദേവമംഗലത്തേക്ക് തന്നെ. അച്ഛനെ ഒന്ന് കാണണമെന്ന് അനുശ്രീക്ക് ഭയങ്കര ആഗ്രഹം. ശ്വാസം മുട്ടുകട്ടോ. അതേസമയം ബാലനും ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ് അനുശ്രീനെ കാണാൻ വേണ്ടി. അങ്ങനെ അനുശ്രീ ബാലൻ്റെ അടുത്തേക്ക് അച്ഛാ എന്ന് പറഞ്ഞിട്ട് കെട്ടിപ്പിടിച്ച് കാല് വീണ് തൊഴുത് കരഞ്ഞ് പറയുകയാണ്, അച്ഛ സംഭവിച്ചതൊക്കെ വേണ്ടേ, എനിക്കെല്ലാം മനസ്സിലായി, ഞാനെല്ലാം അറിഞ്ഞു. നിന്നെ അവിടെ വന്ന് വിളിച്ചുകൊണ്ട് വരാൻ നിൽക്കുമായിരുന്നു ഞാൻ. നീ എന്തായാലും വന്നല്ലോ, ഇനി നീ അവിടേക്ക് പോകണ്ട. അവരെല്ലാം കൂടി അലോകിനെ എന്നോട് വിവാഹം കഴിക്കാൻ വേണ്ടി നിർബന്ധിക്കുക അച്ഛാ. വേണ്ട, അങ്ങനത്തെ ഒരു വൃത്തി കെട്ടവനെ വിവാഹം കഴിക്കുന്നതിനേക്കാൾ നല്ലത് നീ പോയി കെട്ടി തൂങ്ങി ചാവണതാ ഞാൻ പറയുള്ളൂ. നിനക്ക് നല്ലൊരു പയ്യൻ്റെ വിവാഹബന്ധം വന്നപ്പോൾ ഞങ്ങളെല്ലാവരും സന്തോഷിച്ചു. നീയും അവനും ഇഷ്ടമായിരുന്നു. പക്ഷേ ഇടയ്ക്ക് വെച്ച് എന്ത് സംഭവിച്ചു? നിങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര വിഷമമായിരുന്നു. ഇപ്പോൾ എന്തൊരു സമാധാനമേ മോളെ, വിവാഹം കഴിഞ്ഞെങ്കിലും നീ വീട്ടിൽ ഉണ്ടാവുമല്ലോ, അത് മതി. നിന്നെ ജീവനോടെ കണ്ടാൽ മതി ഞങ്ങൾക്ക്. അലോകിനൂടെ നീ ജീവിക്കുകയാണെങ്കിൽ നിൻ്റെ ജീവൻ എപ്പോൾ പൊഴിയുമോ എന്ന് ആലോചിച്ചിട്ടാണ് ഞാനും നിൻ്റെ അമ്മയും തീ തിന്നുക. ഞാൻ പുറമേ നിൻ്റെ അമ്മയുടെ കൂടി ദേഷ്യത്തിൽ നിന്നോട് പെരുമാറുന്നുണ്ടെങ്കിൽ ഉള്ളിൽ പേടിയായിരുന്നു മോളെ. അലോക് നിന്നെ ഉപദ്രവിക്കുമോ? അവൻ കെട്ടി തൂക്കിയിട്ടാൽ പോലും ഞങ്ങൾക്കൊന്നും ചോദിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ് ഇപ്പോഴത്തൊക്കെ നിയമങ്ങളും കാര്യങ്ങളൊക്കെ. അങ്ങനെയാണല്ലോ. പിന്നെ അവനെ സപ്പോർട്ട് ചെയ്യാൻ അവൻ്റെ അച്ഛനും ഉണ്ടല്ലോ, രാഷ്ട്രീയക്കാരും ഉണ്ട്. അതുകൊണ്ട് എന്ത് നടക്കുമല്ലോ. അതുകൊണ്ട് പേടിയായിരുന്നു മോളെ ഞങ്ങൾക്ക്. മോളെ നഷ്ടപ്പെടുമെന്ന് പേടിയായിരുന്നു. ഒരു നിമിഷം മുഴുവൻ നീ കൃഷ്ണമംഗലത്ത് നിൽക്കേണ്ട, ഇവിടെ നിന്നോ. അവിടെ ഇരിക്കേണ്ട സാധനങ്ങളൊക്കെ അവിടെ തന്നെ ഇരിക്കട്ടെ. അവിടെ നിന്ന് ഒന്നും എടുത്തോണ്ട് വരണ്ട. എൻ്റെ മോക്ക് ഇവിടെ നിന്ന് എന്ത് വേണ്ടിയിട്ടും നമ്മളുടെ അനുശ്രീ ചേർത്ത് പിടിക്കുക കേട്ടോ. അനുശ്രീ ശേഷം എല്ലാവരും മാപ്പ് സോറിയൊക്കെ പറഞ്ഞിട്ട് റൂമിൽ കയറി ഇങ്ങനെ വിഷമിച്ചിരിക്കുക കേട്ടോ. അത് കാണുമ്പോൾ ഇത്രയും മീനാക്ഷിയും എന്നിട്ട് പറയുക, നീ എന്തിനാ ഇനി വിഷമിക്കേണ്ട ഒരു കാര്യമില്ല, സന്തോഷിക്കുകയാണ് വേണ്ടത്. നിനക്ക് പഴയ പോലെ പഠിക്കാം, പഴയ പോലെ ഫ്രീ ആയിട്ട് നടക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. നിൻ്റെ അച്ഛനും ചേട്ടന്മാർക്കും ഞങ്ങളെ ഏട്ടത്തിമാരും
ആർക്കും ഒരു വിഷമവുമില്ല എന്ന് പറഞ്ഞ് അനുശ്രീനെ പഴയ അനുശ്രീയിലേക്ക് ആക്കാണ്. പക്ഷേ അപ്പോഴും അനുവിന് മനസ്സിലെ പല വിഷമങ്ങളും, കുടുംബം നാണം കെട്ടല്ലോ എന്നൊക്കെ ആലോചിച്ചിട്ട് അങ്ങനെ ഈ കാര്യങ്ങളൊക്കെ ജീവൻ അറിഞ്ഞിട്ട് ജീവനെ പിന്നെ ഒരേ പിടിവാശി തനിക്ക് അനുശ്രീ തന്നെ വേണമെന്ന്. കാരണം അനുശ്രീ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അനുശ്രീ അന്ന് ആ കുടുംബത്തിൻ്റെ മാനം കാക്കാനും അല്ലെങ്കിൽ കുടുംബം നാണം കെടാതിരിക്കാനും പിന്നെ ആലോകിൻ്റെ ഒരു പണി കൊടുക്കാനും വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. മനസ്സിലാക്കിയ ജീവൻ അനുശ്രീനെ എനിക്ക് വേണം അമ്മേ, അനുശ്രീക്ക് എനിക്ക് കല്യാണം കഴിക്കണം അമ്മ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അമ്മയും കൂട്ടി എടുത്ത ഓരോ പറച്ചിലാട്ടോ. അപ്പോൾ അമ്മയും പറഞ്ഞ സമയമാട്ടോ അത് സത്യമാണെന്നുണ്ടെങ്കിൽ എനിക്ക് കുഴപ്പമില്ല. അവളെപ്പോലത്തെ നല്ലൊരു പെൺകുട്ടിയെ മരുമകളായി കിട്ടി, ബുദ്ധിശാലി പെൺകുട്ടിയെ മരുമകളായി കിട്ടിയത് ഭാഗ്യം വേണം. നമുക്ക് ഇപ്പോൾ തന്നെ അവിടേക്ക് പോകാം എന്ന് പറഞ്ഞിട്ട് ജീവൻ്റെ കൈ പിടിച്ച അമ്മ അവിടേക്ക് പോവുകയാണ്. എന്നിട്ട് അനുശ്രീ വീണ്ടും പ്രപ്പോസ് ചെയ്യുക കേട്ടോ. ഞങ്ങൾക്ക് താല്പര്യമുണ്ട്, വിവാഹം മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമുണ്ട്. നിങ്ങൾക്കൊക്കെ താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് മുടങ്ങിപ്പോയ കല്യാണം പിന്നെ ഒന്നുകൂടെ വിവാഹം നടത്താം എന്നൊക്കെ പറയുകയാണ്. അപ്പം നാട്ടുകാർക്ക് മുമ്പിൽ നിങ്ങൾ നാടൻ കെടില്ല, ഒന്നുകൂടി ഉയരത്തിലേക്ക് പൊങ്ങി നിൽക്കുകയുള്ളൂ. ഇപ്പം നാട്ടുകാരുടെ പലരും വിശ്വസിച്ചിട്ടില്ല. പക്ഷേ ഇത് അറിയുമ്പോഴേക്കും നാട്ടുകാർക്കും എല്ലാവർക്കും മനസ്സിലാകും ഞാൻ അവളെ സ്വീകരിക്കും. പിന്നെ എനിക്ക് അവിടെ അത്രമാത്രം ഇഷ്ടമാണ്, ഞാൻ അത്രമാത്രം സ്നേഹിച്ചു ചെയ്തു. അപ്പോൾ നിങ്ങളൊക്കെ ആണെങ്കിൽ പറയണമെന്ന് പറഞ്ഞിട്ടാണ് അവിടെ പോകുന്നത്. പക്ഷേ അനുശ്രീ ഓക്കെ അല്ല. അപ്പോൾ അനുശ്രീയുടെ കല്യാണം ഇപ്പോഴും നടന്നിട്ടില്ല കേട്ടോ തമിഴിൽ. അപ്പോൾ ഈ ഒരു ഭാഗം നമുക്ക് വരും ദിവസങ്ങളിൽ കാണാൻ പറ്റും. തമിഴിൽ ഇപ്പോൾ സ്പീഡിൽ വരുന്നത് ഇത് തന്നെയാണ്, കല്യാണ കാര്യങ്ങളും ഇതൊക്കെയാണ് തന്നെയാണ് നമ്മുടെ തമിഴിൽ നടക്കുന്നത്. അത് തന്നെയാണ് മലയാളത്തിലും. ജീവൻ നാളെ മറ്റന്നാൾ തന്നെ വീട്ടിലേക്ക് വരുമെന്ന് പ്രതീക്ഷിക്കുക. എന്തായാലും നമ്മുടെ ജീവനെ തന്നെ വിവാഹം കഴിക്കട്ടെ, അതാണ് ഞങ്ങൾക്കും താല്പര്യം അല്ലേ. അത് തന്നെ. പക്ഷേ ജീവൻ ഇതുപോലെ തന്നെ ഒരു ക്യാരക്ടറുള്ള പയ്യനാണ് കേട്ടോ അതിലും. അപ്പോൾ അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് തമിഴിൽ കാണുന്ന പോലെ എനിക്ക് തോന്നുന്നത് ജീവൻ തന്നെ അനുവിനെ കല്യാണം കഴിക്കുന്നതെന്നാണ്. അവസാനം വരെ കാണണം. അനു കല്യാണം കഴിക്കാതിരിക്കുന്നില്ല, അതുപോലെ ജീവനും കല്യാണം കഴിക്കാതിരിക്കില്ല. അവസാനം അവർ തന്നെ ഒന്നിക്കും. എന്തായാലും കാത്തിരുന്ന് കാണാം ഫ്രണ്ട്സ്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.